ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തോട് ചേർന്ന് കർത്താവായ ഈശോയുടെ രക്ഷയെ നമ്മളെ ധ്യാനിക്കുകയായിരുന്നു. ഈ നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ തൊട്ടരികിൽ ഈ അമ്മ വന്നെത്തി നിൽക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവട്ടെ. അമ്മ മാതാവേ, ഈ നിമിഷങ്ങളില് ഈ വചന ശുശ്രൂഷയെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മയുടെ തിരുക്കുമാരനെ അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളില് വലിയ സൗഖ്യമായി മധുരമായി പകർന്നു തരണമേ. അമ്മേ മാതാവേ, വചനത്തെ ധ്യാനിച്ച അമ്മേ, വചനത്തെ ഹൃദയത്തിൽ വഹിച്ച അമ്മേ, ഉദരത്തിൽ വഹിച്ച അമ്മേ, ഭൂമിക്ക് പകർന്നു നൽകിയ അമ്മേ, അവന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ അമ്മേ, അവന്റെ അടുത്ത് ഉത്തരവുണ്ടെന്ന് പറഞ്ഞ അമ്മേ, ആ മകനോടൊപ്പം കാൽവരിയുടെ നെറുകയില് ആദ്യത്തെ ബലി ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചപ്പോൾ ഹൃദയം മുറിഞ്ഞ് മനസ്സ് മുറിഞ്ഞ് കണ്ണുനീരണിഞ്ഞ് ആ ബലിയില് ഏറ്റവും വലിയ സമർപ്പിതയായി പങ്കുചേർന്ന അമ്മേ, ഈ നിമിഷങ്ങളില് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ പകർന്നു തരുവാൻ അമ്മ വരണമേ. അമ്മയുടെ മാധ്യസ്ഥോട് ചേർന്ന് നമുക്ക് ഈ നിമിഷങ്ങളില് കർത്താവായ യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. ഈശോയുടെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ സാന്ത്വനപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ നിന്റെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ അർത്ഥങ്ങളെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ സമയം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും കർത്താവെ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ വാക്കും നോട്ടവും ചിന്തയും ഓരോ ചെറു പ്രവൃത്തി പോലും എന്റെ പുരാനെ നിന്റെ ദൃഷ്ടിയിലുണ്ടല്ലോ. ഈശ്വനാഥ, ഞങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെടിപ്പുകളെ പോലെ അറിയുന്ന, ഞങ്ങളുടെ നെടുവീർപ്പുകളെ അറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തിലെ ചെറു നൊമ്പരത്തെ അറിയുന്ന, ആരോടും പറയാൻ പോലും പറ്റാത്ത വിധം മനസ്സ് മുറിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന ഞങ്ങളുടെ തമ്പുരാനെ ഈ നിമിഷങ്ങളിലെ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാൻ അങ്ങ് വരണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ അങ്ങ് വരണമേ. യേശുവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു, പ്രത്യാശ വെക്കുന്നു. ഈ നിമിഷങ്ങളിലെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുവചനം, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അത് നമ്മോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഈ രാത്രിയില് ഈശോയുടെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു ദൈവം ഉണ്ടെന്ന്, ആ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴിത്താരകളിലും നമ്മോടൊപ്പം ഉണ്ടെന്ന് പ്രത്യാശിക്കാൻ, പ്രകാശത്തിന്റെ തമ്പുരാൻ നമ്മോടൊപ്പം ഉണ്ടെന്ന് തമ്പുരാന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. പ്രിയപ്പെട്ടവർ, ഈ തിരുവചനം ഒരിക്കൽ കൂടി ഓരോരുത്തരും ഹൃദയത്തിൽ ഒന്ന് ഏറ്റ് പറയട്ടെ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന, സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു.
മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി വെട്ടം ഉദയം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈശോ വ്യക്തമാണെന്ന്, അവൻ എൻ്റെ ജീവിതത്തിന്റെ പ്രകാശമാണെന്ന്, എൻ്റെ വഴികൾക്ക് അവൻ വെട്ടം പകർന്നു തരുന്നുവെന്ന് കർത്താവിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, അവിടുത്തെ വലിയ അനുഗ്രഹദായകമായ സാന്നിധ്യം ഈ ഭൂമി തൊട്ട നിമിഷം അവിടുത്തെ മനുഷ്യാവതാരം സംഭവിച്ചത് അർദ്ധരാത്രിയിലാണ്. അതാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് വലിയ പ്രകാശത്തിന്റെ രാവായി ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തല് ധ്യാനിക്കുക. കർത്താവ് ഈ ഭൂമിയെ തൊട്ട അർദ്ധരാത്രി ഈ ഭൂമി പ്രകാശപൂരിതമായി വലിയ ഒരു നക്ഷത്രം ഉദയം ചെയ്തു. അടയാളമായി വലിയ ഒരു നക്ഷത്രം പ്രകാശിച്ചു. കർത്താവിന്റെ തിരുസാന്നിധ്യം ഏത് ഇരുളിലും ഏത് മരണത്തിന്റെ നിഴല് വീണ താഴ്വരയിൽ എനിക്ക് പ്രകാശമാണെന്ന് കർത്താവിന്റെ മനുഷ്യാവതാര നിമിഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഉള്ളിലുണ്ടെങ്കിൽ, ഈശോ കുടുംബത്തിലുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തതായി തോന്നുന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും എന്റെ കർത്താവിന് അതിന് വ്യത്യസ്തമായ ഉത്തരവുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം പ്രത്യാശയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, കാൽവരിയിലേക്കൊന്ന് വരിക. ഈ ഭൂമി ഏറ്റവും അധികം സങ്കടപ്പെട്ട ഒരു നിമിഷമുണ്ട്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയൊരു നിമിഷം. ഈ ഭൂമിയിൽ കാൽവരിയുടെ നെറുകയിൽ ഈശോ മരിച്ച നിമിഷത്തില് കർത്താവായ ഈശോ അവൻ തന്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിച്ച നിമിഷത്തില് പ്രിയപ്പെട്ടവരെ, ഭൂമി മുഴുവൻ അന്ധകാരവൃതമായി, നട്ടുച്ച നേരത്തും ഭൂമി വെട്ടമില്ലാതായി മാറി. അതൊരു ഓർമ്മപ്പെടുത്തലാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും ഈശോ ഇല്ലെങ്കിൽ അന്ധകാരമാ, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയാ, എല്ലാം കുഴഞ്ഞു മറിയാൻ പോവുകയാ, എല്ലാം തീർന്നു പോകാൻ പോവുകയാ. പ്രിയപ്പെട്ടവർ, ഇതൊരു ഓർമ്മപ്പെടുത്തലാ, എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാ. എന്റെ നിക്ഷേപം എവിടെയാണെന്ന് ഒരു ചോദ്യം. എന്റെ തമ്പുരാനോട് ചേർന്നുള്ളതാണോ എന്റെ നിക്ഷേപം? എന്റെ യാത്രകള്, എന്റെ തമ്പുരാൻ കൂടെ ഇല്ല എങ്കിൽ, അവന്റെ സാന്നിധ്യത്തിന്റെ സ്പർശം ഇല്ല എങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ ഇതാ പാഴാകാൻ പോകുന്നു, നമ്മുടെ കാത്തിരിപ്പിതാ നഷ്ടപ്പെടാൻ പോകുന്നു, നമ്മുടെ കാവലിന് അർത്ഥം നഷ്ടപ്പെടാൻ പോകുന്നു. കാരണം ഈശോ ഇല്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ ബലമെന്ന്, എന്റെ തമ്പുരാനാണ് എന്റെ ബലമെന്ന്, എന്റെ നിക്ഷേപമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവായ തമ്പുരാനെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ഏറ്റവും അധികം അടുത്ത ആവശ്യമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഈ നിമിഷങ്ങളിൽ എല്ലാവരും സ്തുതിക്കട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ പ്രകാശം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ ജീവിതത്തിലേക്ക്, പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമർപ്പണ ജീവിതത്തിന്റെ, സമൂഹ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്ക്, നമ്മുടെ ശുശ്രൂഷ ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ വൃട്ടം ഈ സമയം പ്രകാശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം കർത്താവിന്റെ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അഭിഷേകമായിട്ട് എല്ലാ മക്കളിലേക്കും വ്യാപരിക്കുക. അന്ധകാരത്തിന്റെ ദുഷ്ടസ്വാധീനങ്ങൾ ഈ സമയം കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, സിനിമയുടെ ജഡത്തിന്റെ ദുരാശകളിലെ കുരുങ്ങി കിടക്കുന്നെങ്കിൽ, ലോകത്തിന്റെ സന്തോഷങ്ങളില്, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സൗഹൃദ ബന്ധങ്ങളില്, ഏതെങ്കിലും തരത്തിലുള്ള മദ്യപാനത്തിന് ആസക്തികളില്, എന്തെങ്കിലും തരത്തിലുള്ള ജഡിക ആസക്തികൾ, എന്തെങ്കിലും വിധത്തില് മക്കൾ കുരുങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ സ്വാധീനങ്ങളെ കെട്ടുപൊട്ടിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അതിന്റെ സ്വാധീനങ്ങൾ വിട്ടുമാറി ഈ നിമിഷങ്ങളില് മക്കളുടെ ജീവിതങ്ങളിലേക്ക് പ്രകാശമായ കർത്താവായ യേശു കടന്നു വരട്ടെ. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഈ നിമിഷത്തിൽ ഓരോ മകനിലേക്കും മകളിലേക്കും കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പിത വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ച ശേഷം സമർപ്പിതർക്ക് വേണ്ടി മനോഹരമായ ഒരു എഴുത്തെഴുതി.
മാർപ്പാപ്പയുടെ ഒരു എഴുത്തില് മാർപ്പാപ്പ സമർപ്പിതരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സമർപ്പിതരെ മാത്രമല്ല, ഈ ഭൂമിയിലെ ഈശോയിലെ ആശ്രയം വെച്ച് ജീവിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ സത്യം. പാപ്പ പൗലോസ് അപ്പോസ്തലനെ കൂട്ടുപിടിച്ച് എങ്ങനെ പറയുക, നിങ്ങള് പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ദുഃഖിക്കരുത്. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ദുഃഖിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദുഃഖിക്കാൻ അവകാശമുള്ള മക്കളാണ് നമ്മളെല്ലാവരും. കരച്ചിൽ വരും, സങ്കടം വരും, വേദന വരും, മരണം വരും, വേർപാട് വരും, സാമ്പത്തിക ക്ലേശങ്ങൾ വരും, സംശയ അവസ്ഥകൾ വരും, തെറ്റിദ്ധരിക്കപ്പെട്ട നിമിഷങ്ങൾ വരും. ആ നിമിഷങ്ങളിലും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദുഃഖിക്കാം. പക്ഷേ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ, എനിക്ക് മുമ്പിൽ പ്രത്യാശിക്കാൻ ഒന്നും ഇല്ലാത്തതുപോലെ ദുഃഖിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇത് ക്രിസ്ത്യാനിക്കുള്ള ഈശോയുടെ ഓർമ്മപ്പെടുത്തലും വ്യക്തമായ കർത്താവിന്റെ സാന്നിധ്യം തരുന്ന ഉറപ്പുമാണ്. കാരണം കർത്താവ് എനിക്കുണ്ടെന്ന്, എന്റെ കർത്താവിന്റെ കൂട്ട് മറ്റാരും എന്നെ മനസ്സിലാക്കാത്ത നിമിഷങ്ങളിൽ എന്റെ കർത്താവിന് എന്നെ അറിയാമെന്നുള്ള ഉറപ്പ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബലം തരട്ടെ, ശക്തി തരട്ടെ, കൃപ തരട്ടെ, അഭിഷേകം തരട്ടെ. ഈ നിമിഷങ്ങള് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ സ്പർശം അനുഭവിച്ചിട്ട് മനസ്സ് മരവിച്ച് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതങ്ങളിലേക്ക് മരവിപ്പായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ദൈവശക്തി അത്ഭുതകരമാം ഈ നിമിഷങ്ങളിൽ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇടപെടലാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് വെട്ടം തരുന്നത്, പ്രകാശം തരുന്നത്, പ്രത്യാശ തരുന്നത്, ഉറപ്പ് തരുന്നത്. കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അടുത്ത ആവശ്യം എന്നുള്ള ബോധ്യത്തോടെ അത്ര ശരണോടുകൂടി വിളിക്കുന്നവർക്ക് ഈശോ ഈ സമയം അനുഭവിക്കാൻ പറ്റും. കർത്താവിന്റെ സ്പർശം ഈ നിമിഷങ്ങളിൽ അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ സംഭവം അച്ഛന ഈ സമയം ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ശുശ്രൂഷയിൽ സഹായിക്കുന്ന മാസധ്യാനത്തിനും ആധ്യാത്മിക ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു ശുശ്രൂഷ ഭവനം, സഹോദരിമാരുടെ ഒരു ശുശ്രൂഷ, സമർപ്പിത സഹോദരിമാരുടെ ശുശ്രൂഷ ഭവനം. അവിടെ ആ സഹോദരിമാര് ചെയ്യുന്ന ശുശ്രൂഷ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാട്ടില് ഏതെങ്കിലുമൊക്കെ വിധത്തില് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ, ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന അമ്മത്തൊട്ടിൽ, കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ അപകീത ഗർഭത്തിലൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന അമ്മത്തൊട്ടിൽ ഗവൺമെന്റിന്റെ ഒരു മേഖലയാണത്. ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ. പക്ഷെ ഈ അമ്മത്തൊട്ടിലെ അവിടെ നിക്ഷേപിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് അല്ല വളർത്തുന്നത്, അത് നമ്മളുടെ ഭവനങ്ങളിലാണ് അത് കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുന്നത്. ഈ സഹോദരിമാർ ചെയ്യുന്ന ശുശ്രൂഷ ഈ അമ്മത്തൊട്ടില് ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ഈ സഹോദരിമാർ സ്വീകരിക്കുക, അവരെ സ്വന്തം മക്കളെ പോലെ അവർ വളർത്തുകയും ഈ കുഞ്ഞുങ്ങളെ അവര് ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളില് അതിന്റെ നിയമപരമായ രീതിയിൽ അവർക്ക് സ്വീകരിക്കുവാൻ പറ്റുന്ന രീതിയിൽ ദത്ത് സ്വീകരിക്കുവാന്ന ആ ക്രമീകരണങ്ങളൊക്കെ അത് നിയമപരമായിട്ട് നിർവഹിക്കുന്നവരാണ് ഈ സഹോദരിമാര്. ഈ സഹോദരിമാര് അവരുടെ മുഴുവൻ സമർപ്പണത്തോടെ ഈ പൊടിക്കുഞ്ഞുങ്ങളെ, പല വിധത്തില് മുറിവേറ്റ മനസ്സുമായിട്ട് പിറന്നു വീണ ഈ കുഞ്ഞുങ്ങളെ അവരുടെ ചങ്കോട് ചേർത്ത് വെച്ച് മുഴുവൻ സ്നേഹവും സമർപ്പണവും കൊടുത്ത് വളർത്തുന്ന ആ കാഴ്ച ഈ ഭൂമിയിലെ മാലാഖമാര് ചെയ്യുന്ന അതേ ശുശ്രൂഷയായിട്ട് ഈ സഹോദരിമാർ മുഴുവൻ സമർപ്പണത്തോടെ ഈ കുഞ്ഞുങ്ങളെ പോറ്റുന്നതും ഒക്കെ നമുക്ക് വളരെ സൗന്ദര്യമായി കാണാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ ഇത് പ്രിയപ്പെട്ടവരുടെ അടുക്കല് ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പം എല്ലാവരുടെയും കണ്ണ് വല്ലാതെ കലങ്ങി നിൽക്കുകയാണ്. ആ ദിനങ്ങളില് അവർക്ക് നേരെ ആ ഒരു ഭവനമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയോ അധികം പേര് ചേർന്ന് അനാവശ്യമായ ആരോപണങ്ങൾ നടത്തുകയും ഒരു വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സഹോദരിയുടെ 2 കുഞ്ഞുങ്ങളെ അവിടെ ഉണ്ടായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളവരെ.
പക്ഷെ ഈ സഹോദരി ഏതൊക്കെയോ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോവുകയും പക്ഷെ പല വിധത്തിലുള്ള പീഡനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് അത് ഈ സഹോദരിമാരുടെ പക്കൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞ് വ്യാജമായിട്ട് ഇവർക്കെതിരെ ആരോപണം പറഞ്ഞ് അത് ടി വിയിൽ ന്യൂസായി, അത് പോലീസുകാർ ഏറ്റെടുത്തു. പക്ഷേ ഇവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും അറിയാമായിരുന്ന ഗവൺമെന്റും ഭരണാധികാരികളും വളരെ വ്യക്തമായിട്ട് ഇവരോടൊപ്പം നിൽക്കുകയും പക്ഷെ ആ സമയത്ത് ഇവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആൾക്കൂട്ടം, നമുക്കറിയാം കേരള സമൂഹത്തിന്റെ പ്രത്യേകതയിൽ ആൾക്കൂട്ടം പലത് ഇവർക്കെതിരെ പറഞ്ഞു. ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ശുശ്രൂഷ ചെയ്ത ഇവർ കലങ്ങി വിഷമിച്ച് മുറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവരുടെ ഭവനത്തിലേക്ക് കടന്നില്ലുന്നത്. അതില് ആരോപിത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സഹോദരി, അവരെ വല്ലാതെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തത് മനസ്സ് മുറിഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്നോട് ഈ ഭവനത്തിന്റെ സുപ്പീരിയർ സിസ്റ്ററിനോട് പറഞ്ഞ, അച്ഛൻ ഈ സഹോദരി ഒന്ന് കാണണം, എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കണം പറഞ്ഞ്, തീർച്ചയായിട്ടും ഞാൻ കാണാൻ പ്രാർത്ഥിക്കാം. എന്ത് പറയണോന്ന് എനിക്ക് നിശ്ചയമില്ല പ്രിയപ്പെട്ടവർ. അത്രയും എല്ലാവരും അത്രയും പഴി പറഞ്ഞതിന്റെ, ആൾക്കൂട്ടം പഴി പറഞ്ഞതിന്റെ സങ്കടം അനുഭവിക്കുന്ന സമയത്ത് ഈ സഹോദരി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? വാക്കുകളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ സഹോദരിയുടെ അടുത്ത് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് തിരുവചനം ചോദിച്ചു, ഒരു കർത്താവിന്റെ വചനം ഒന്ന് കൊണ്ടുവന്നതാവോ? ആ സമയത്ത് അവര് വിശുദ്ധ വചനം കൊണ്ടുവന്നു. ആ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ തിരുവചനം പൂർവ്വം ഒന്ന് മറിച്ചപ്പം കർത്താവ് പകർന്നു വന്ന ഒരു വചനം ഈ സഹോദരന് മുമ്പ് ഞാൻ 2-3 വട്ടം വായിച്ചു. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ വചനം ഇങ്ങനെ 2-3 ആവർത്തി വായിച്ചു. സഹോദരി പതുക്കെ കരയാൻ തുടങ്ങി. അപ്പൊ സഹോദരി ഉറപ്പോടെ പറയുക, ഈശോ അനുവദിച്ചതാണല്ലേ. എന്റെ കർത്താവിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, എന്റെ തമ്പുരാൻ എന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നവനാണ്. അവനിൽ പ്രത്യാശ വെച്ചവർക്ക് മരണത്തിന്റെ നിഴല് വീണ താഴ്വരയാണ് അവരുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നതെങ്കിലും വീണ്ടും മുമ്പിൽ പ്രകാശം കാണാൻ പറ്റും. ദൈവം അത് കാണാൻ നിനക്ക് അവസരം തരും. അതുകൊണ്ട് ഈ നേരം ഏതെങ്കിലും വിധത്തിൽ മനസ്സ് മുറിഞ്ഞവരാണ് നമ്മൾ ആരെങ്കിലും എങ്കിൽ, അല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ഭാരപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോ തരുന്ന ഉറപ്പ്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നിന്റെ അവകാശമാണ്. നീ എന്നിൽ ആശ്രയം വെച്ചാല് നിന്നെ അതിന്റെ പൂർണ്ണതയിൽ ഞാൻ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ട് നിനക്ക് ആവശ്യമായ കൃപയുടെ ഒരുക്കലുകൾ ഞാൻ നിനക്ക് വേണ്ടി നടത്തും. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ചെറു ഓർമ്മപ്പെടുത്തൽ. ഇന്ന് മർത്തായുടെ തിരുനാളാണ്, വിശുദ്ധ മർത്ത. ഈ ദിനങ്ങളിലെ പ്രിയപ്പെട്ട നമ്മൾ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ ആഘോഷിച്ചു. നോക്കിയ 38 വർഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചുപോയ ഒരാളാണ് വിശുദ്ധ അൽഫോൻസ്. 38 വർഷം. അവൾ കൂടുതൽ കാലം ജീവിച്ചത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ നാടിന്റെ പുണ്യവതിക്ക് എവിടെയാ ജീവിച്ചത്? തട്ടില്. അവൾ എങ്ങനെയാ കഴിഞ്ഞത്? ക്ഷയരോഗിയായി. ചെറുപ്പത്തിൽ തന്നെ ഒരു ജോലി പോലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാത്തവരും സമൂഹത്തിൽ നിന്ന് പോലും സ്വാഭാവികമായിട്ടും അസ്വസ്ഥകൾ ഉണ്ടാകാം. തീർച്ചയായും നമ്മളെല്ലാവരും മനുഷ്യരല്ല, മേലാകന്മാരൊന്നും അല്ലല്ലോ. നമുക്ക് പുറകിൽ ചിറകളൊന്നും ഇല്ലല്ലോ. ഞാനും നിങ്ങളും സാധാരണ മനുഷ്യരല്ലേ. അതുകൊണ്ട് തന്നെ തീർച്ചയായും മറ്റുള്ളവരൊക്കെ പഴി പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ നേരങ്ങളില് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ പ്രത്യാശ വെച്ച ഈ കൊച്ചു കന്യാസ്ത്രീ എന്താ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം നമ്മള്. അതിലെല്ലാം തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ ശക്തി കണ്ട് അർത്ഥം കണ്ടെത്തിയവള്. ജീവിതത്തിന്റെ മുറിവുകള്, ജീവിതത്തിന്റെ വേദനകള്, അതിൽ തന്നെ ദുരന്തങ്ങളോ അല്ല പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുവുമായി നീ അതിനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ, കൂട്ടി വായിക്കുകയാണെങ്കിൽ അതിനെനിക്ക് പുതിയ അർത്ഥം എന്റെ തമ്പുരാൻ കർത്താവ് തരുമെന്നുള്ള തീർച്ച നമ്മുടെ ജീവിതങ്ങൾക്ക് ഈ പുണ്യം പകർന്നു തരിക. നോക്കുക പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവ് ഇത്ര അടുത്ത് സ്നേഹിച്ചൊരു കുടുംബം, ലാസറിന്റെ ഭവനം, കുടുംബം. ആ ഭവനം എത്ര അടുത്ത് ഈശോ എല്ലായ്പ്പോഴും ഈശോ ഭവനത്തിൽ വരുമ്പോ ഇവര് എവിടെ നടന്ന് ഭക്ഷണം ഒരുക്കി ഈശോയ്ക്ക് വേണ്ടി ക്രമീകരണം, ഈശോയ്ക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെച്ച, കർത്താവിന് വേണ്ടി അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഭവനത്തിൽ വലിയൊരു ദുരന്തം കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മകള് മർത്ത പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവായ യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല, നീ ഉറപ്പ്. പ്രിയപ്പെട്ട ആ നേരം കർത്താവ് തമ്പുരാൻ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ അല്ലെ? മർത്ത നീ ദൈവമഹത്വം കാണും, ദൈവമഹത്വം കാണും. അപ്പൊ മർത്ത പറയുന്നൊരു ഉറപ്പുണ്ട്, പ്രിയപ്പെട്ട കർത്താവേ, നിനക്ക് ഇപ്പോഴും അതിന്
അതിന് സാധിക്കുന്ന വിശ്വസിക്കുന്ന മരണത്തിന്റെ നിഴല് വീണ താഴ്വരയിലും തമ്പുരാൻ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഏറ്റവും പ്രിയപ്പെട്ടവൻ വേർപെടുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇല്ലാതാകുമ്പോഴും പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് വീണ്ടും മുമ്പോട്ട് പോകാൻ ഉറപ്പ് കിട്ടും. ഞാൻ കഴിഞ്ഞ ആഴ്ച വചനം പങ്കുവെച്ചപ്പം ഒരു ഭവനത്തെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നോ? അന്ന് ഒരു ചെറുകാരൻ മറന്നു പോയിരുന്നു. ആ ഒരു മാതാപിതാക്കള് പ്രിയപ്പെട്ട മകൻ 18 വയസ്സുകാരൻ മരിച്ച ദിവസത്തെ ആ തിരുക്കർമ്മത്തിൽ പങ്കുചേരുമ്പം അവര് ലാറ്റിൻ സഭയിലെ അംഗങ്ങളാണ്. ലാറ്റിൻ സഭ, കേരളത്തിലെ ലാറ്റിൻ സഭയിൽപ്പെട്ടവര്. അപ്പോ അവർക്ക് ഈ ഒരു മതസംസ്കാര ശുശ്രൂഷയുമായിട്ട് ചേർന്ന് തന്നെ പരിശുദ്ധ കുർബാനയുണ്ട്. ആ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നിങ്ങൾ ഒരു കാര്യം അറിയുക, തിരുവചനം ലേഖനം വായിച്ച് തരാമെന്ന് അറിയാമോ? ഈ 18 വയസ്സുകാരൻ മരിച്ച ആ കൊച്ചന്റെ അപ്പം വായിച്ച ഭാഗം ഇന്നും വായിച്ചു. അപ്പൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ദുഃഖിക്കരുത്. ആ മനുഷ്യൻ വളരെ ശക്തിയോടെ വായിച്ചപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ട ക്രിസ്ത്യാനിയുടെ ഉറപ്പ, മരണത്തിന്റെ നിഴല് വീണ താഴ്വരയിലും എന്റെ ഭർത്താവ് എന്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും, ഞാൻ ശക്തിപ്പെടും, ഞാൻ വീണ്ടും എഴുന്നേക്കും, ഞാൻ വീണാലും എഴുന്നേക്കും. നമുക്ക് ഈ സമയം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റെടുക്കാം, കരങ്ങളൊന്ന് ഉയർത്താം. നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ ശക്തി കടന്നു വരാനുണ്ട്. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെല്ലാവരും വിളിക്കട്ടെ. കർത്താവ് ഈ സമയം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ എല്ലാ തളർച്ചകളിലേക്കും തകർച്ചകളിലേക്കും വേദനകളിലേക്കും നമ്പരങ്ങളിലേക്കും കടന്നു വരട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവ് ഈശോ പ്രത്യാശ കൊണ്ട് പ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ കടന്നു ചെല്ലണമേ. ഓരോ മകനെയും ഓരോ മകളെയും ആശീർവദിക്കണമേ. പ്രകാശിപ്പിക്കണമേ. അവരുടെ സാന്നിധ്യ ശക്തിയാല് പ്രത്യാശ കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗിയുടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളോ തകർച്ചകളോ ദുശീലങ്ങളോ ഏതെങ്കിലും തലങ്ങളിലെ അനുഭവിക്കുന്ന മക്കൾ ആരെങ്കിലും ഒക്കെ ഞങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ആരെങ്കിലും ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ ഇടപെടൽ എഴുന്നേൽക്കുകയാണെന്ന് പറയുന്നത് കർത്താവ് എഴുന്നേൽക്കെ പ്രത്യാശയിൽ വന്ന് കർത്താവിന്റെ എഴുന്നേൽക്കുകയാണെന്ന് പറഞ്ഞിട്ടും എഴുന്നേൽത്തില്ല രാഷ്ട്രം പുറത്തു വരികയാണെന്ന് പറഞ്ഞിട്ടും സർക്കാർ തടഞ്ഞു പോയി. ഹല്ലേലൂയ, 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 ഓരോ മകളെ സ്പർശിക്കണേ കർത്താവേ. ഞങ്ങളൊക്കെ വീടിനെ അനുഗ്രഹിക്കണേ കർത്താവേ. അവിടുത്തെ സ്വന്തമാക്കി മാറ്റണേ കർത്താവേ. അതുപോലെയാണ് ഞങ്ങളുടെ ഭവനങ്ങളിൽ തീർന്നു പോട്ടെ കർത്താവായ അഭിഷേകം ഓരോ ഭവനത്തിലും ഓരോ മകളിലും ഓരോ മകളിലും ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും യേശുവിന് സമർപ്പിക്കുക. നമ്മുടെ ദൈവം പ്രത്യാശ തരുന്ന ദൈവം, ഉറപ്പുകൾ തന്നിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്റെ മരണത്തിന് ശേഷവും എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നോ എന്റെ ജീവിതത്തിന് ഒരവസാനം ഇല്ലാത്ത നിത്യജീവിതം ഉണ്ടെന്ന് ഉറപ്പ് തന്നവനാണ് കർത്താവ്. അതുകൊണ്ട് ക്രിസ്ത്യാനി ഈ പ്രത്യാശയോടുകൂടി വേണം ഓരോ സമയം മുമ്പോട്ട് പോകാൻ. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വേദനയും ദുഃഖവും വരും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ തൊട്ടിട്ടുണ്ട്. അത് ഉറപ്പോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ദേവസ്യാച്ചനോട് ചേർന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹം സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ സമയം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.